ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സില്ല, റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് കുട്ടികളും കുട്ടികളപ്പച്ചിയും എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നേരത്തെ വേണമെന്നൊന്നുമില്ല, കുറച്ച് ആക്കം പോലെയൊക്കെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് ഇന്ന് കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചായക്കുള്ള വെള്ളം വെച്ചു. ചായക്കുള്ള വെള്ളമല്ല, പാല് തിളപ്പിക്കാൻ വെച്ച് അപ്പുറത്തെ അടുപ്പത്ത് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ പത്തിരിയും തേങ്ങയൊക്കെ വറുത്തരച്ചൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനും ഇപ്പം കിച്ചണിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ല ഐസായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേറിട്ട് വരണം. പിന്നെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടാന്ന് കരുതി. ആദ്യം ബീഫ് എന്തായാലും ഐസൊക്കെ വിട്ടിട്ട് വേണ്ട റെഡിയാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പത്തിരിപ്പൊടി ഒരു പാത്രത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോമ്പാവാനായില്ലല്ലേ. ഈ പത്തിരിപ്പണി എടുക്കുമ്പോൾ കുറച്ചധികം നേരം വേണം. ചിലവർക്കൊക്കെ എളുപ്പമാണ്, എളുപ്പം ഉണ്ടാക്കാൻ വയ്ക്കും. എനിക്കും എളുപ്പമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പൊടി വാട്ടി കുഴച്ചാണ് കിട്ടണം, എന്നാൽ പിന്നെ എളുപ്പമുണ്ട് പരത്തിയെടുക്കാനും ചൂടാനും ഒക്കെ. ചുടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കുഴക്കണതാണ് ആലോചിച്ചാൽ വയ്യാത്തത്. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ആണെങ്കിലും നോമ്പൊക്കെ നോറ്റി കുഴങ്ങിയാണ്ടേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു കുഴക്കാണല്ലേലും. എന്നാൽ എനിക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ കുഴക്കമൊന്നും വരലുമില്ല കേട്ടോ. അതും വേണം പറയാം. വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുഴക്കും ക്ഷീണമൊക്കെ വരലുണ്ട്. പിന്നെ കാറ്ററിങ്ങിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ കുഴക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബീഫ് ഞാൻ വെള്ളത്തിൽ നിർത്തിയിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐസ് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ അത് വേറിട്ട് കിട്ടട്ടെ. അപ്പോൾ തന്നെ ഇതാ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അര ഗ്ലാസ് ഞാൻ അധികം വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ 3 ഗ്ലാസ് അരിപ്പൊടി നമ്മൾ എടുത്തിനത്. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ഇന്ന് എടുത്തിട്ടോ തിളച്ചപ്പോൾ. ചിലപ്പം വെള്ളം കൂടിപ്പോയാലോ വിചാരിച്ചിട്ട്, കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുക, കൂടിയ പിന്നെയും പൊടി ഇട്ടാണ്ട് കുഴച്ച് വെക്കണ്ടേ. അങ്ങനെ പൊടിയൊക്കെ വാട്ടി വെച്ച് അപ്പോൾ തന്നെ ഇവിടെ ചായക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനേ ബാബു എന്ന് വിളിച്ചാൽ ചില ആൾക്കാർ എന്നെ ചീത്താറ്. ബാബു കാക്കു എന്ന് പറഞ്ഞാൽ ബാബു എന്നെ ചീത്താറ്. ഈ എന്തിനാ ബാബു കാക്കു എന്ന് വിളിച്ചത്? അപ്പോൾ ഞാൻ ബാബു എന്ന് വിളിച്ച് ശീലമായിട്ടേ. പിന്നെ ഞാൻ ബാബുവിനെ വിളിച്ചുമ്പോൾ ബാബു തന്നെ വിളിച്ചില്ലേ. പക്ഷേ വീഡിയോയിൽ പറയുമ്പോൾ ബാബു കാക്കു പറയുമ്പോൾ ബാബു തന്നെ ഈ ഇന്നെ അങ്ങനെ വിളിച്ചണ്ട, ബാബു എന്നെ വിളിച്ചാൽ മതി പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് ശീലമായി, നിങ്ങൾ എന്നെ ചീത്ത അറിയരുത്. അപ്പോൾ എന്തായാലും നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടാട്ടോ അത്. പിന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലും കൂടെ ആയാലേ എളുപ്പമാണ് ചൂടാറി കിട്ടൂല. അപ്പോൾ ഞാനിത് നമ്മളെ പത്തിരി ഷീറ്റ് വിരിച്ചാണ്ടായി ഇട്ട് കൊടുത്താണ്. എൻ്റെ പത്തിരി ഷീറ്റിനെ ചെറിയൊരു സ്ക്രാച്ച് വന്നാണ് കേട്ടോ അവിടെ. അത് എങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ലേന് കേട്ടോ. ഒരു 2.5-3 വർഷത്തോളം ആയിരിക്കും ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ ഞാൻ അത് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കേട്ടോ കണ്ടത്. എങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം കേടെന്നാൽ കേടെടുത്തിയാലും ആരും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല, ആരും അറിയൂല. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൽ തന്നെ ഞാൻ പൊടിയൊക്കെ കുഴച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലതൊന്ന് വാങ്ങണം. ചെറുതായിട്ടുള്ളൂ. അതെങ്ങനെ ഇനിയിപ്പോൾ കത്രി കൊണ്ട് വെട്ടിയൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. ഇവിടെ അങ്ങനെ പിത്തന പിടിച്ച മക്കളൊന്നും ഇല്ല. പിത്തനല്ലാതെ നമ്മൾ ഐഫക്കുട്ടിക്കാണ്. എന്നാലും ഓൾ അങ്ങനെയൊന്നും കാട്ടില്ല. ഇങ്ങനെ സാധനങ്ങളൊന്നും നശിപ്പിച്ചൊന്നുമില്ല കേട്ടോ. എങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലേ. അതേതായാലും അങ്ങനെ ആയില്ലേ. അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് ബോൾസാക്കി വെച്ചിനി. പിന്നെ പത്തിരി പ്രസ്സിലിട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പരത്തിയെടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി പ്രസ്സിലിൻ്റെത് നല്ലോണം അങ്ങോട്ട് വട്ടത്തിൽ പരന്നിട്ടൂല. ഒന്നിങ്ങനെ കുഴലുകൊണ്ടൊന്ന് പരത്തിയെടുക്കണം, കുറച്ച് പൊടി ഇട്ടുകൊണ്ട്. എന്നാൽ നല്ല പത്തിരിക്കാരം കേട്ടോ. നല്ലോണം പൊള്ളച്ച് വരികയും ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നല്ല മഴയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിക്കാരം. എളുപ്പം പരത്തൽ കഴിയും ചെയ്യും. കാരണം അത്യാവശ്യം വട്ടം ഉണ്ടല്ലോ. പിന്നെ ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ പോരെ. അങ്ങനെ വേഗം പത്തിരിയൊക്കെ ഞാൻ പരത്തി എടുത്തിട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ പരത്തൽ കഴിഞ്ഞപ്പോഴത്തേന് ബീഫും തന്നെ വേറിട്ടൊക്കെ കിട്ടീനി, ഐസൊക്കെ വേറിട്ട് കിട്ടീനി കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയാണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞല്ലോ മസാല മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗരം മസാല ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂട്ടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മീൻ കറിക്ക് പിന്നെ
അതങ്ങനെ എടുക്കലില്ല കേട്ടോ. ബീഫ് കറിയും അതേപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മസാല പൗഡർ ചേർക്കൽ. അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കറിവേപ്പിൻ്റെയും ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയൊക്കെ കൂടെ കൈകൊണ്ട് ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാനിത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ ചേർക്കലുണ്ട് കേട്ടോ. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കും. അപ്പോൾ കിഴങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് ഉടയും. ബീഫ് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കൂലേ. അപ്പോൾ ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 3-4 വിസിൽ അടിച്ചിട്ടുണ്ടായിന്. അതേപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാണ്ട് 2-3 വിസിലും അടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ നമുക്ക് വെച്ചിട്ടുള്ളൂ, ചൂടായിട്ടുള്ളൂ കുക്കർ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി ഇവിടെ പത്തിരി ചുട്ടെടുക്കാമെന്ന് കരുതി. അപ്പോൾ പത്തിരി ചുടൽ കഴിയുമ്പോഴത്തേന് ബീഫ് വെന്തും ചെയ്തോളും. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ പത്തിരിൻ്റെ മാവ്. അതുകൊണ്ട് നല്ലോണം പൊള്ളച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ പത്തിരി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. ഒരു പ്രാവശ്യം അതിലേക്ക് ഇട്ട് പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 3-ാമത്തെ പ്രാവശ്യത്തിൽ തന്നെ ഇതേപോലെ വീർത്ത് വരണം. അപ്പോൾ നല്ല പത്തിരിക്കാരം. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒക്കെ എടുക്കുകയാണെങ്കിലും അങ്ങനെ പൊട്ടക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊടി കുഴക്കുമ്പം കൂടുതൽ എണ്ണ ചേർക്കുമ്പോഴാണ് പത്തിരി കൊട്ടക്കൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വലിയ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പത്തിരി ചുടാൻ. അതിൽ 3 എണ്ണമൊക്കെ ചുട്ടെടുക്കുക. പക്ഷേ എനിക്ക് ഇതിൽ ചുടുന്നതാണ്, പത്തിരി ചുടുമ്പോൾ ഇതിൽ ചുടുന്നതാട്ടോ ഇഷ്ടം. ഇതിലാകുമ്പോൾ എളുപ്പം പൊള്ളച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ചുടുന്നത് കേട്ടോ. എന്നോട് പറയലുണ്ട് ചില കൂട്ടുകാർ, എന്താ ചെറിയ ചട്ടിയിൽ ചുടുന്നു, ഓരോന്ന് ചുട്ടെടുക്കണ്ടേ. പക്ഷെ എനിക്കെന്താ അറിയില്ല, ആ ചട്ടി ഒഴിവാക്കാനേ തോന്നണില്ല. അതിലാണ് കേട്ടോ ഞാൻ അധികവും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കൽ. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിക്ക് ഒക്കെ കൂടെ ഇട്ടാണ്ട് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. നല്ലോണം കളർ മാറുന്നത് വരെ വറുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കേട്ടോ. ഒന്നിങ്ങോട്ട് കുക്കായി കിട്ടിയാൽ മതി. അങ്ങനെ പത്തിരിക്കൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ ഒന്ന് വറുത്താണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ കടലക്കറിയും ഒക്കെ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഒരു തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ആണ് പൊട്ടിച്ച് ചിരകി പിന്നെ വറുത്താണ്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ അങ്ങനെ എടുക്കാമല്ലോ. ഇപ്പോൾ അതിനൊന്നും സമയം കിട്ടലില്ല. ഇപ്പോൾ ഒക്കെ ഇതേപോലെ തന്നെ കേട്ടോ. അപ്പളക്കപ്പളേ ചെയ്യില്ല. അപ്പളക്കപ്പളേ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടും. അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഒഴിവില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിനെടുത്ത് കാണാൻ അരച്ചാൽ മതിയല്ലോ, ടൈം കുറേ വേസ്റ്റ് ആവില്ല. അപ്പോൾ ആ തേങ്ങയൊക്കെ വറവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചാണ്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറി ഇങ്ങനെ ഒരു മസാല വല്ലാതെ ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ആ തേങ്ങയ്ക്കില്ല മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തന്നെ പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ട് അരപ്പൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറി അവിടെ ഒന്ന് തിളപ്പിക്കാനും വെച്ചു. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ലീവുള്ള ദിവസമാണെങ്കിലും എനിക്ക് പണിയുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റോക്ക് റൂമിലേക്ക് പോകണം. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അവിടെ, സ്റ്റോക്ക് എണ്ണാനും സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്താനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും റെഡിയാക്കിയിട്ടില്ല ഈ മാസം നല്ല തിരക്ക് തന്നെ അതിന്. അപ്പോൾ ബാവും കൂടി വന്നതുകൊണ്ട് എന്നാലും എല്ലാത്തിനും കൂടിത്തരും കേട്ടോ. സ്റ്റോക്ക് എണ്ണാനൊക്കെ കൂടിത്തരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന പണി 1 മണിക്കൂർ കൊണ്ട് തീരും. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അത് വേറെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറി കാണുമ്പം കുറച്ച് മഞ്ഞ കളറായിട്ട് തോന്നുന്നുണ്ടാവൂലേ? കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ഇങ്ങനെ പറയണേക്കാം, കറിയിൽ മഞ്ഞൾ കൂടിയിരിക്കണ തോന്നുന്നുണ്ട്. അത് ഈ മഞ്ഞളിൻ്റെ കുഴപ്പമാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചൊവയൊന്നുമില്ല. അപ്പോൾ ബീഫ് കറി അടിപൊളിയാണ്. നല്ല ടേസ്റ്റുള്ള ബീഫ് കറി കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു കിഴങ്ങും കൂടെ കെട്ടുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കറി കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനി അതിന് നേരമല്ല കേട്ടോ. ഇല്ലെങ്കിൽ കുക്കർ തുറന്നിട്ട് ഒരു കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനൊന്നും നേരമല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ കറിയൊക്കെ സെറ്റായി. പത്തിരി ഇതാ ചുട്ട് ഒക്കെ കാസറോൾക്കാക്കി വെച്ചിരുന്നു ഞാൻ. അപ്പോൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഉപ്പച്ചി മക്കളും കൂടെ ടേബിളിൽ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പത്തിരിക്ക് ആയതുകൊണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി എന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മഞ്ജുമോൾക്കൊന്നും വിശക്കലില്ല. എന്നിപ്പോൾ മഞ്ജുമോൾക്ക് വിശന്നിക്കണത്. അപ്പോൾ എന്നോട് അറിയുന്നുണ്ട് ഉമ്മച്ചിയെ വേഗം വേണം പറയുന്നുണ്ട്. ഒന്നാമത് വീഡിയോ എടുക്കലുണ്ടായിട്ട് കേട്ടോ. ഓരൊക്കെ ഈ വട്ടത്തിൽ അവിടെ ഇരിക്കും. വീഡിയോ എടുക്കണമെങ്കിലും ഒക്കെ ഞാൻ തന്നെ. വീഡിയോ നമ്മളെ ക്യാമറമാനൊക്കെ ഞാൻ തന്നെയല്ലേ. അപ്പോൾ ക്യാമറ ചിലപ്പോൾ വേണ്ട സ്ഥലത്തേക്ക് ഓണാക്കലും ഓഫാക്കലൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് നോക്കൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കുക്കിങ്ങും അല്ലേ. പിന്നെന്താ പറയുക, ഇന്ന് എനിക്ക് ക്ലീനിങ് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് മഞ്ജുമോള് പാത്രമൊക്കെ കഴുകും, ചിഞ്ചുമോൾ അകക്കെ അടിച്ചു വാരി തുടക്കും. അങ്ങനെ ആ 2 പണി എനിക്ക് ഒഴിവായി കിട്ടും. കുക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനും ബാവും ഐഫക്കുട്ടി റിച്ചു സ്റ്റോക്ക് റൂമുക്കും പോവാൻ നിൽക്കാം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഇതാ ഇപ്പച്ചി മക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി. എന്നാലും ഒരു രാവിലെ സ്കൂൾക്ക് പോകും. അപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കലില്ല. അങ്ങനെ സ്കൂളില്ലാത്ത ദിവസമൊക്കെ തന്നെ കേട്ടോ എല്ലാവരും ഒരുമിച്ച് കിട്ടൽ. ഇന്നിപ്പോൾ ആർക്കും ക്ലാസ് ഇല്ല. അതേപോലെ മദ്രസും ഇല്ലല്ലോ. മദ്രസ് ഉണ്ടായിന്. ഐഫക്കുട്ടിനെ കൊണ്ടുപോയിന് മദ്രസ്ക്ക്. ഇപ്പോൾ കൊണ്ടുപോയി അപ്പം തന്നെ കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ട്. പതാക ഉയർത്തി മുട്ടായും കൊടുത്താണ്ട് അപ്പം തന്നെ വിട്ടണം കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് ചായയൊക്കെ കുടിക്കാൻ. അപ്പം അങ്ങനെ പത്തിരിയും ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇന്നത്തെ പത്തിരിക്കും കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പത്തിരി കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടോ. ഒന്നാമത് അതാവും. പിന്നെ മക്കളെല്ലാവരും ഉണ്ടല്ലോ. ഒന്നാമത് അതാവും. അങ്ങനെ എന്തായാലും പത്തിരിയും ബീഫ് കറിയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് റൂമിൽ പോകണം എന്നൊക്കെ ഉള്ളത്. പിന്നെ സ്റ്റോക്ക് റൂമിൽ പോയി സ്റ്റോക്കൊക്കെ എണ്ണി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നേരം കുറേ ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിന് ഗ്യാസുമ്മൽ. അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ വന്നിട്ട് വേഗം ഒരു കാബേജ് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ എന്താ ഉണ്ടാക്കി, പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ രാവിലെ നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കിയ കറി ഉണ്ടായിന് ചോറിന്. അപ്പോൾ അത് മതിയായിരുന്നു. പിന്നെ മോര് കാച്ചിയതും ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് പിന്നെ ഇതൊക്കെ കൂട്ടിയാണ് കേട്ടോ ചോറ് വെച്ചത്. പിന്നെ എൻ്റെ ബാബുവിന് ഇതേപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ. ചമ്മന്തി മാത്രം പോരാ, കറി ഉപ്പേരിയൊക്കെ വേണം. എന്നാലും ഒരു ചമ്മന്തി ചിലപ്പോൾ നിർബന്ധമാണ്. അതും തേങ്ങാ ചമ്മന്തി. ചമ്മന്തി മഞ്ജുമോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാബേജ് ഉപ്പേരി ഞാനും ഉണ്ടാക്കി. പിന്നെ മോര് കാച്ചിയത് നമ്മൾ വാങ്ങിയതല്ലേ. എൻ്റെ ഒരു HS ഉണ്ട്, വിശാലാശി ചേച്ചീൻ്റെ അതിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മോര് കാച്ചിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ബീഫ് കറിയും ഈ മോര് കറിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പോഴേ അങ്ങനെ എല്ലാവരും ചോറൊക്കെ തിന്നു. പിന്നെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ ചെയ്തു. പിന്നെ കുറേ കൂട്ടുകാരിങ്ങനെ ചോദിച്ചിനി ബാബു ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പെട്ടി പൊട്ടിക്കണമൊന്നും കാണിക്കാത്തൊക്കെ ചോദിച്ചിനി കേട്ടോ. അപ്പോൾ ബാബു വന്നപ്പം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്രാവശ്യം 2 വർഷം കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എപ്പോഴും ഒരേ സിറ്റുവേഷൻ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ പറയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നവരെ ഇങ്ങനെ ഓർഡർ ചെയ്തതേനി കേട്ടോ. അത് ഒരു പെട്ടി വന്നിട്ടുണ്ട്. വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നീനി കുട്ടികൾക്ക്. എന്നാലും ഒരിക്കൊരു പെട്ടി പൊട്ടിക്കാനൊരു പൂതി ഉണ്ടാവുമല്ലോ, അതിന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ഒരു പെട്ടി. അപ്പോൾ അത് എല്ലാവരും വട്ടത്തിലിരുന്നാണ്ട് അങ്ങനെ പൊട്ടിക്കണുണ്ട്. ഇതിലങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ഒക്കെ ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ മിഠായി ചോക്ലേറ്റുകൾ തന്നെ, ചോക്ലേറ്റും നട്ട്സും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബോക്സ് തുറന്നപ്പോൾ ഇത് ഇവിടുന്ന് ഓർഡർ ചെയ്തത് തന്നെയാണ് കേട്ടോ. സാധനമൊക്കെ അവിടുത്താണ്, പക്ഷേ ഇവിടുന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ആ പുള്ളി ഇങ്ങനെ കണ്ടപ്പോൾ എന്താണാവോ വിചാരിച്ചപ്പോൾ നിസ്കാരക്കുപ്പായാണ് കേട്ടോ. പിന്നെ ഒരു റമദാൻ കിറ്റ് പോലെയാണ്. പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പം പെട്ടി പൊട്ടിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളെ ബാവുക്കാക്കും ആരെങ്കിലും അവിടെ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആയിട്ട് കൊടുത്തയക്കും. എപ്പോഴെപ്പോഴും പറഞ്ഞ പോലെ ആരെങ്കിലും വരുമ്പോഴൊക്കെ കൊടുത്തയക്കലുണ്ട്. അപ്പം വന്നപ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാപ്പോഴും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പം ഇത് ടാങ്കാണ് കേട്ടോ. പിന്നെ അതേപോലെ 2 ചായപ്പൊടി പാക്കറ്റ് ഉണ്ട്. പിന്നെ ബദാം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. ഇത് ഞാൻ പല്ലുകൊണ്ടൊന്ന് കടിച്ചു നോക്കി. അപ്പം ഐഫക്കുട്ടി അമ്മച്ചി ഇത് പല്ലുകൊണ്ട് കടിച്ചണതല്ല, അതിമ്മ തുറക്കാനുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് കഴിക്കുകയൊക്കെയാണ്. കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ അങ്ങനെ തുറന്നു നോക്കാനൊന്നും നോക്കിയിട്ടില്ല. അപ്പം നിസ്കാരക്കുപ്പായം വലിയൊരു നിസ്കാരക്കുപ്പായാണ് കേട്ടോ. അത്ര ചെറുതൊന്നും അല്ല, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ എല്ലാ ആൾക്കാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. നിസ്കാരക്കുപ്പായം കണ്ടപ്പം മഞ്ജുമോൾ പറഞ്ഞു അമ്മച്ചേ നിസ്കാരക്കുപ്പായം എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിന്. പക്ഷെ അത് നിവർത്തി നോക്കിയപ്പോൾ പറഞ്ഞു നോക്ക് വേണ്ടായിരുന്നു, അത്രയും വലിപ്പമുണ്ട്.
പിന്നെന്താ എന്താ ഇതൊക്കെ എനിക്ക് കിച്ചണിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രാമ്പൂവും പട്ടയൊക്കെ. അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിലും ബാബു ഇവിടുന്ന് കൊടുത്തേക്കൽ തന്നെ കേട്ടോ. ഞാൻ ഇവിടുന്ന് അങ്ങനെ കടയിൽ നിന്ന് അധികം വാങ്ങലില്ല. അതാ നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, ഇതിൽ മിക്സ്ഡ് ആട്ടോ, അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും എല്ലാം ഉണ്ട്. പിന്നെ അതാ പട്ട ഉണ്ട്, അതേപോലെ ഈത്തപ്പഴം ഉണ്ട്, കുറേ 2-3-4 കവറുണ്ട് ഈത്തപ്പഴം. അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഒരപ്പച്ചാളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ച് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവർക്ക് കളിക്കോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമ്മളെ ഐഫ കുട്ടിയല്ലേ ഇപ്പോൾ ചെറിയ കുട്ടിയില്ലത്. ചെറിയ കുട്ടികളില്ലത് എൻ്റെ വീട്ടിലും അതേപോലെ അളിച്ചൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ കൊടുക്കാൻ, അതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റൊക്കെ എല്ലാവർക്കും ഒരിച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇതും അതേപോലെ തന്നെ എല്ലാവർക്കും ഒരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ലൊരു സ്ക്വാഷിൻ്റെ ബോട്ടിലും ഉണ്ട് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടപ്പം നല്ലൊരു ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞതാണ്. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇത് പൊളിയേനി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഇത് കഴിക്കാൻ. അതേപോലെ ഈ ചോക്ലേറ്റും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഞാനും കുട്ടികളെ പോലെ കേട്ടോ, ചോക്ലേറ്റ് എത്ര കിട്ടിയാലും ഞാൻ മതിയാക്കൂല. ഇപ്പോൾ എനിക്ക് ഷുഗറൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടില്ലേനോ ഷുഗർ ഉണ്ടായിനി എന്നൊക്കെ. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇപ്പം വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ 108 അല്ലെങ്കിൽ 110 107 അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ എൻ്റെ ഷുഗർ ഇതിലോ പോയതറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഗൾഫ് പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഈ ഒരു മുസല്ല മാത്രം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബു വന്നപ്പം എല്ലാവർക്കും ഒന്നും നമ്മളടുത്ത വീട്ടിലേക്കൊന്നും ചോക്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലേന് കേട്ടോ. അപ്പം ഇതൊക്കെ പൊട്ടിച്ചാണ്ടേ എല്ലാവർക്കും ഓരിച്ച് കൊടുക്കാറുണ്ട്. ബാബുവിന് എല്ലാവർക്കും ഓരിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ എഡിറ്റ് ചെയ്തിരിക്കേന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണിത്. പിന്നെ ഐഫ കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ ആ പശുമുട്ടായി കിട്ടിയപ്പോൾ ഓള് ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊരു ചുരിദാറിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ലേനു. ആ ചുരിദാർ നല്ല ചുരിദാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കോട്ടൻ്റെ നല്ല ചുരിദാർ സെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലഹർ എന്നാണ് അവരെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ പേര്. അപ്പോൾ അതിൽ പോയിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച തരും. അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ചെറിയൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടൻ്റെ ചുരിദാർ സെറ്റുകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോലെയുള്ള ആൾക്കാരല്ലേ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ തുടങ്ങിയൊരു ബിസിനസ്സാണ് കേട്ടോ, അധികമായിട്ടൊന്നുമില്ല, എല്ലാവരും ജീവിക്കട്ടെ എന്ന്. അപ്പോൾ ഇതാ നമ്മളെ മിഠായി ഒരിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിക്കണം കേട്ടോ. എല്ലാവർക്കുള്ള മിഠായി ഓരോ കവറിലാക്കിയാണ്ട് എൻ്റെ വീട്ടിലേക്കും എൻ്റെ അനിയത്തിക്കും അതേപോലെ ഇവിടുത്തെ വീട്ടിലേക്കും തറവാട് വീട്ടിലേക്ക് നാത്തൂന് ഇളച്ചന് പിന്നെ നമ്മളെ അടുത്ത വീട്ടിലത്തവർക്ക് ഒക്കെ അതേപോലെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒപ്പച്ചി മക്കളും കൂടിയാണ്ട് ഇനി രാവിലെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞാണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.